ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെയും പോലെ തന്നെ ഒരു മാറ്റം ഇല്ലാണ്ട് പഴഞ്ചൻ ഡയലോഗായിട്ട് പറയണേ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇതെന്താണെന്നറിയോ? രാവിലെ തന്നെ കുറേ തേങ്ങ കൊത്തുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. നേരം വെളുത്ത ഉടനെ തന്നെ ഉണ്ടാക്കാൻ പോണ ഒരു പുറപ്പാടിലായിരുന്നു കേട്ടോ. നമ്മുടെ അച്ഛൻ കുറച്ച് ദിവസമായിട്ട് പറയാൻ തുടങ്ങിയത് ഉണ്ടാക്കണമെന്ന്. പിന്നെ അത് നീട്ടി 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 ഇന്ന് വരെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നീച്ചപ്പോൾ തന്നെ ഇന്ന് ഉണ്ടാക്കുക, ആ പണി അങ്ങോട്ട് തീർന്ന് കിട്ടില്ലേന്ന് വിചാരിച്ച് അപ്പം അടയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണി തന്നെയാണ്. നമുക്ക് ഒന്നോ രണ്ടെണ്ണം ഒന്നും ഉണ്ടാക്കിയാൽ പോരാ. ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം എല്ലാവരും കഴിക്കും, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ അട. അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കണതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണി തേങ്ങ ചിരകുക എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എളുപ്പത്തിന് തേങ്ങയൊക്കെ 2 തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടാനിലേക്കും ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് തേങ്ങ എന്തായാലും അങ്ങനെ കുത്തി പൊളിച്ചിട്ടാണ് തേങ്ങയൊക്കെ അമ്മിയിൽ വെച്ച് കുത്തി പൊളിച്ച് നമുക്ക് നമ്മുടേതായ കംഫർട്ടബിളി ഞാൻ ചെത്തി നുറുക്കി മിക്സിയിലിട്ട് അടിക്കുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചില ടൈമിലൊക്കെ നമുക്ക് അമ്മയുണ്ട് തേങ്ങ ചിരകി തരാറുള്ളത്. അപ്പം നമ്മൾ തേങ്ങ 2ആയിട്ട് ഉടച്ചിട്ട് അങ്ങനെ അമ്മ തേങ്ങ ചിരകി തരികയാണ് ചെയ്ത്. പക്ഷെ ഞാൻ അധികം എനിക്ക് കംഫർട്ടബിളായ രീതിയിൽ ഞാനിങ്ങനെ കുത്തി പൊളിക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു കണക്കിന് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ എളുപ്പം. നമ്മളിപ്പോൾ 2 തേങ്ങ പൊളിച്ച് ചിരകി തീരുന്ന സമയം കൊണ്ട് നമുക്കിങ്ങനെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാവുന്ന, എനിക്കതാണ് കേട്ടോ സിമ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ കത്തിയും കൊണ്ട് ഇങ്ങനെ അരിഞ്ഞിതാക്കി എടുക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്ന് ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മൂർച്ചയുള്ള പുതിയ കത്തി തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോൾ കത്തിയൊന്ന് കോരിയപ്പോൾ എനിക്ക് ഒരു ചുട്ടുനീറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം മഞ്ഞപ്പൊടി വെച്ചിട്ട് അങ്ങനെ വെക്കാണ്ട ചെയ്തത്. എൻ്റെ മുഖത്തേക്ക് എന്താ മുഖത്തേക്ക് ശർക്കര കഴിക്കുകയോ? Papa. പിന്നെ പിള്ളേർ നീക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വേഗം കാര്യങ്ങൾ നോക്കണത് എന്താണെന്ന് ചോദിച്ചാൽ ഇതാ കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞാറ്റയായാലും സനു ആയാലും ഇതിനൊക്കെ കൈയിട്ട് വാരിയെടുക്കും. തേങ്ങ ചിരകണ് കണ്ടാൽ അവൾ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവർ നീക്കുന്നതിന് മുന്നേ നോക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാ സനു കുറച്ച് എന്തായാലും ലേറ്റായിട്ട് തന്നെ നീക്കിയത്. നമ്മുടെ കുഞ്ഞാറ്റയൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയ്ക്ക് ഞാനിവിടെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും അമ്മ ശർക്കരയ്ക്ക് ശരിയാക്കി തരിക കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റയാണെന്ന് വെച്ചാൽ അതൊന്ന് പിടിയും വലിയൊക്കെ ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ തേങ്ങ ഞാനിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടല്ല കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കൈയൊന്നും മുറിഞ്ഞിരിക്കുന്ന കാരണം ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പകുതി അരഞ്ഞിട്ട് പിന്നെ ചില കഷ്ണങ്ങൾ അങ്ങനെ തന്നെ കെടുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് എടുക്കുമായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണല്ലോ വീഡിയോ എടുക്കുന്നത്, നമുക്ക് ആരും അങ്ങനെ എടുത്തു തരാനൊന്നുമില്ല. നമ്മുടെ സനുക്കുട്ടി ആയാലും അവൾ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനൊന്നും സെറ്റായിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കലും ഒരു കൈ കൊണ്ട് കുക്കിങ്ങും അങ്ങനെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകളൊക്കെയാണ്. നമ്മൾ ഈ ഫോണ് വീഡിയോ എടുക്കലും എല്ലാം കൂടിയിട്ട് നമ്മൾ തന്നെ ചെയ്യണ്ടേ. അതിൻ്റെ ഇടയിലാണെന്ന് നമ്മുടെ കുഞ്ഞാറ്റപ്പെണ്ണ് വന്നിട്ട് പിടിയും വലിയൊക്കെ ആയിരുന്നു കേട്ടോ. തേങ്ങ കണ്ടാൽ പിന്നെ അവൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ തേങ്ങ ചിരകണ് കണ്ടാൽ തന്നെ അവൾ അതിൻ്റെ അടുത്ത് വന്നിരിക്കുക. ചിരകണ വരെയും അവിടെ നിന്ന് നീച്ച് പോവില്ല. അവൾക്കത് കിട്ടിയിട്ടേ അവൾ നീക്കത്തുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം തന്നെ നീച്ച് വന്ന ഉടനെ തന്നെ മാവൊക്കെ സെറ്റാക്കി തേങ്ങയൊക്കെ ക്രഷ് ചെയ്ത് അതുപോലെ ശർക്കര എല്ലാം സെറ്റാക്കിയതിന് ശേഷം പിന്നെ കുളിക്കാൻ പോവുകയാണ് കേട്ടോ ചെയ്ത്. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കി അടപ്പരിപാടികളൊക്കെ തുടങ്ങിയത്. പ്രധാനമായും നമ്മൾ ഇത്രയും നേരത്തെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുറത്ത് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നെന്താ പറയുക, ഇന്ന് ഫുൾ ഡേ സത്യം പറഞ്ഞാൽ ബിസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വേഗം ഓരോ കാര്യങ്ങൾ നോക്കിയത്. എനിക്കെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ്വദിച്ച് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടി എന്ന് വെച്ചാൽ കുക്കിംഗ് ആണ് കേട്ടോ. അതിപ്പോൾ എന്ത് വെറൈറ്റി ആവണമെന്നില്ല, സാധാരണ രീതിയിൽ ഒരു ചെറിയ കുക്കിംഗ് ആയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പണിയാണോ ചെയ്യുന്നത് അത്
എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പിന്നത്തേക്ക് നീട്ടി വയ്ക്കുന്ന ഒരു കാര്യമില്ല. അതിപ്പോൾ കുക്കിംഗ് ആയാലും എന്ത് കാര്യമായാലും അത് പിന്നത്തേക്ക് നീട്ടി വയ്ക്കുന്ന ഒരു പരിപാടിയില്ല കേട്ടോ. പ്രധാനമായിട്ടും കുക്കിങ് എത്ര നേരത്തെ ചെയ്യാൻ പറ്റും അത്രയും നേരത്തെ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ഇതിന് മുന്നേയൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പൂരത്തിൻ്റെ വീഡിയോസ് ആയാലും അതുപോലെ ഒരു വിശേഷത്തിൻ്റെ അങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൊക്കെ എത്ര നേരത്തെ നീക്കാൻ പറ്റും. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും നേരത്തെ നീച്ച് നമ്മുടെ പണികളും എന്താണോ പാചകം ചെയ്യുന്നത് അതൊക്കെ ഉണ്ടാക്കിയിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുക. അങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടമുള്ളത്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ പണികൾ എന്തായാലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പം അതെന്തായാലും എത്രയും നേരത്തെ ആവുന്നതല്ലേ നല്ലത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ 4 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ എണീച്ചിട്ട് എനിക്ക് എൻ്റേതായ എല്ലാ അടുക്കളപ്പണികളും ചെയ്ത് ഫ്രീ ആയിട്ട് ഒരു 7 മണിയാകുമ്പോഴേക്കും ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അടയൊക്കെ പരത്തിന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ മുന്നൊക്കെ ചോദിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയല്ലേ, എനിക്കൊന്നും ഇഷ്ടമല്ല, ഞാനൊന്നും ജീവിതത്തിൽ ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി അട ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് എന്ത് പണിയാണോ നമ്മളത് ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ചെയ്ത് നമുക്കത് സിമ്പിളായിട്ട് തന്നെ തോന്നും കേട്ടോ. പിന്നെ അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ പുറത്തേക്കൊന്ന് പോകണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റെഡി ആയിട്ടൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് പുട്ടി എന്ന് പറഞ്ഞ് വെറുതെ ഉണ്ട്, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കുഞ്ഞാറ്റയുടെ ഹിമാലയ പൗഡറും കൺമഷി മാത്രമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു പൊട്ടും തൊട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കും ഈ രാവിലെ തന്നെ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. എന്താ കണ്ടില്ലേ, എൻ്റെയും പരിപാടി ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇത് എല്ലാം എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റ തിന്നണ കണ്ടപ്പോൾ എനിക്കൊരു പൂതി ഒന്ന് കഴിച്ച് നോക്കിയാലോ എന്ന്. ഒരു തവണ കഴിച്ചപ്പോൾ തന്നെ പിന്നെയും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. തേങ്ങയുടെയും ശർക്കരയുടെയും എന്താ പറയുക വായയിലിട്ടിട്ട് അങ്ങനെ കടിച്ചിരുന്നാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ശർക്കരയും തേങ്ങയൊക്കെ ബാക്കി വന്നാൽ അത് വെള്ളം കലക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശർക്കര വെള്ളം അതിൻ്റെ മുകളിലൂടെ തേങ്ങ ചിരകിയിട്ടതൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ വാഴയൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ വാഴേൻ്റെ ഇലയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തുനിന്നൊക്കെയാണ് കേട്ടോ വാഴേൻ്റെ ഇല മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തപ്പോൾ ഒരു അട ഉണ്ടാക്കാൻ ഇത്ര പണി, എല്ലാവരും ഉണ്ടാക്കണതല്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്ന്. ശരിയാണ്, എല്ലാവർക്കും അട ഉണ്ടാക്കാനും കുക്കിങ്ങൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വീഡിയോ ഇടുകയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് മുന്നിൽ എന്താ പറയുക നമ്മൾ വീഡിയോ എന്തായാലും ഇട്ട് കൊടുക്കണം. പക്ഷെ അതെന്ന് വെച്ച് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇടണം, അവർ പറയുന്ന വീഡിയോ ചെയ്യണം, അങ്ങനെ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ വെറും ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പല വീഡിയോസും പറ്റാത്ത വീഡിയോസ് അങ്ങനെയൊന്നും പോസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണോ, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ, കുക്കിങ്, കുട്ടികളുടെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടണത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണോ അത് ഞങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതെന്ന് വെച്ചാൽ അതിപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡും മൈൻഡൊക്കെ വെച്ചിരിക്കും. എങ്ങനത്തെ ആണ് അവർക്ക് കാണേണ്ടത്. നമ്മളിടുന്ന വീഡിയോ ചിലപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാവും, ചിലവർക്ക് അതിനോട് യോജിപ്പൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ നമ്മുടെ പണി ചെയ്യുക. നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനിത് എന്തൊക്കെയോ പറഞ്ഞ് എവിടേക്കോ എത്തിയല്ലോ. വേറെ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയോ പരിപാടി, എല്ലാവരും ട്രിപ്പിലും ടൂറിലൊക്കെ ആയിരിക്കുമല്ലേ. അതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെയായിട്ടും വെക്കേഷനിൽ എവിടേക്കും പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു മന്ത് തീരാറായിട്ടുണ്ട്. ഏപ്രിൽ മാസം
കഴിഞ്ഞിട്ട് വേണം ഇനി എവിടേക്കേലും പോവാമെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് പറശ്ശിനിക്കടവ് ചോറ് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് അവിടെ ചോറ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത മാസമൊക്കെ ആയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ദൂരേക്ക് ലോങ് പോകുന്നില്ല എന്നുള്ളൂ. അതിന് പകരം നമ്മൾ ഒരുപാട് കല്യാണങ്ങളും പിറന്നാളുകളും എല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വെക്കേഷൻ ആയ കാരണം എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാരിച്ചും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും അട ഉണ്ടാക്കണതിൻ്റെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ ഇത്രയും തോനെ ബൾക്കായിട്ട് കുറച്ച് കൂടുതലായിട്ട് അട ഉണ്ടാക്കണതെന്ന് വെച്ചാൽ വൈകുന്നേരം അച്ഛനും അതുപോലെ അരുണേട്ടനൊക്കെ പണി മാറ്റിയിട്ട് വരുമ്പോൾ അവർക്കും ചായക്കൊക്കെ കൊടുക്കാമല്ലോ, നമുക്കും ചായക്ക് കഴിക്കുക. അതുപോലെ ബാക്കിയുണ്ടെങ്കിൽ നാളേക്കും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് എന്താണെന്ന് എനിക്ക് അറിയണില്ല കേട്ടോ. നമ്മുടെ സാനു ഇതിൻ്റെ ഇടയിൽ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ എണിച്ചാൽ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ അമ്മയുടെ അടുത്ത് തോളത്തിട്ടിട്ട് ഇങ്ങനെ ഉറക്കാനാണ് പറയുന്നത് തോന്നണം കേട്ടോ. ചില ടൈമിൽ നമ്മുടെ കുഞ്ഞാറ്റ നേരത്തെ നീക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചൂടെന്ന് കാരണം പൊതുവേ ഉറക്കം കുറവാണ്, രാത്രിയിലൊക്കെ ഫുള്ള് ഉറക്കം കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ നേരത്തെ നീക്കാറുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങനെ ഉറങ്ങാറുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റ ഇപ്പോഴും തൊട്ടിയിലൊക്കെ തന്നെയാണ് കേട്ടോ കിടക്കാറ്. നമ്മൾ തോളത്ത് കിടന്ന് ഉറങ്ങിയിട്ട് തൊട്ടിയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഉറക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അട ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് പാകത്തിനുള്ള മധുരമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറച്ചും കൂടി മധുരം ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം അത്യാവശ്യം മധുരം ശർക്കര ആയാലും അതുപോലെ തേങ്ങ ആയാലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, പരത്തിയിട്ട് തേങ്ങയും ശർക്കരയും കഴിഞ്ഞത് അറിഞ്ഞില്ല കേട്ടോ. തേങ്ങ ഉണ്ടായിരുന്നു, എന്നാലും ശർക്കര പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കുറേ ക്വാണ്ടിറ്റിയിൽ ശർക്കര ചിരകി നന്നാക്കി വെച്ചിട്ടും കാര്യമില്ല, നമുക്കത് പിന്നീട് അങ്ങനെ യൂസ് ചെയ്യില്ല. തേങ്ങ ആവുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കൂട്ടാൻ വെക്കുമ്പോഴും അതിലേക്ക് അരച്ചൊഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തേങ്ങ കൂടുതലായിട്ടും അങ്ങനെ ചിരകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത് അമ്മ ശർക്കര ചുരണ്ടി തരുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ ഞാൻ അട പരത്തുമ്പോഴാണ് കേട്ടോ, ഒന്നല്ലെങ്കിൽ വെള്ളം കൂടും, അല്ലെങ്കിൽ വെള്ളം നല്ല കുറഞ്ഞ് നമുക്കത് പരത്താനായിട്ട് അങ്ങോട്ട് സെറ്റ് ആവാറില്ല കേട്ടോ. ഇപ്പം പിന്നെ സെറ്റായി, നമ്മൾ പരത്തിയിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ ഇപ്പം അത് കറക്റ്റായിട്ട് വരും കേട്ടോ. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ വെള്ളം നല്ല കൂടിയിട്ട് നമുക്കതിൽ ഒട്ടിയിട്ട് കിട്ടാണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിയാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ഇലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്ക് വെള്ളത്തിൽ നമ്മളൊന്ന് മുക്കണത്. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കുറേ നേരം ഈ ഇടയ്ക്കിടയ്ക്ക് മുക്കിയും കൊണ്ടിരിക്കുകയല്ലേ ശർക്കരയും എല്ലാം കൂടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് പുതിയ വെള്ളം കൊടുന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പിന്നെ സാനു നീച്ച് വന്നപ്പോൾ ഞാൻ അവളെ പല്ല് തേപ്പിക്കാനും അവൾക്ക് ദോശ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഇടയ്ക്കിടയ്ക്ക് നീച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇവിടെ അധികം രാവിലെ ദോശയാണ് അവർ രാവിലെ എന്നല്ല പൊതുവെ ദോശമാവ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് നമ്മുടെ സനുവിനെ സത്യം പറഞ്ഞാൽ ചോറിനേക്കാളും വേറെ എന്ത് പലഹാരത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ദോശയാണ്. പിന്നെ അതല്ല, അങ്ങനെ പച്ചരി ഉഴുന്നൊക്കെ ഇട്ടിട്ട് മാവ് അരച്ച് വെച്ച് എന്തായാലും 2-3 ദിവസമൊക്കെ ഉണ്ടായിരിക്കും. ദോശ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഒന്നും വേണ്ട കേട്ടോ. നമുക്കും സത്യം പറഞ്ഞാൽ മനസ്സിനൊരു എന്താ പറയുക ഒരു തൃപ്തി തന്നെയാണ്. അവൾ ദോശയാവുമ്പോൾ അവൾക്ക് വേണ്ടത് നമ്മുടെ സനു കഴിക്കാറുണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് ചോറാണെങ്കിൽ സത്യം പറഞ്ഞാൽ തൊട്ട് നോക്കുക പോലും ഇല്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ദോശയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കി വെക്കാറ്. ദോശയ്ക്ക് അങ്ങനെ കൂട്ടാനോ കറിയോ ഒന്നും അങ്ങനെയൊന്നും കഴിക്കില്ല. പക്ഷെ എന്നാലും നല്ല മൊരിഞ്ഞ് അതിൽ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ബാക്കി അടയൊക്കെ പരത്തി തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഉണ്ടാക്കി വെച്ച അട ഞാൻ ഗ്യാസിൽ എന്താ പറയുക കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈം കൊണ്ട് എന്തായാലും ബാക്കിയുള്ള അടകളൊക്കെ ആയിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ വെക്കണത്. ആദ്യം ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടില്ലേ, ആ തട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ അടിയിൽ വെക്കണ ഈ ഒരു പാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കിട്ടിയപ്പോഴാണ് കേട്ടോ ഇഡ്ഡലി തട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ഈ ഓട്ടത്തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഈ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാൻ 6-7 വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറ ഒരു സൈഡിൽ വെച്ചിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പരത്തിയിട്ട് അട കഴിഞ്ഞത് അറിഞ്ഞില്ല കേട്ടോ. എല്ലാം അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റത്തെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കരയും തേങ്ങയൊക്കെ കൂടുതലുള്ള കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പോലും ശർക്കരയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി. അപ്പോഴേക്കും നമ്മൾ ആദ്യം വെച്ച അടയൊക്കെ അത്യാവശ്യം നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇലയിന് നല്ല പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് മറിച്ചിടാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. നമുക്ക് അതിൽ തന്നെ വെച്ചിട്ട് മറിച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ബേസനിലേക്ക് ഇട്ടിട്ട് അത് അങ്ങനെ അതിലേക്ക് മറിച്ച് ഇടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ വെള്ളം ഇല്ലാണ്ടായപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു. അതുപോലെ തന്നെ ഓട്ടത്തട്ടായ കാരണം അതിൽ നല്ല ശർക്കരയൊക്കെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് രണ്ടാമത്തെ ട്രിപ്പ് അടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 10-20 അടയോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അടയൊക്കെ ഉണ്ടാക്കി തീർന്നത്. ഏകദേശം ഒരു 8 മണിക്കൊക്കെ തുടങ്ങിയിട്ട് ഒരു 8:35 ആ ടൈമൊക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്ത് നമുക്ക് എല്ലാം സിമ്പിളാണ്. അത് എന്താ പറയുക, ടൈമൊന്നും നമുക്കൊരു വിഷയമല്ല കേട്ടോ. പിന്നെ ഞാനിതാ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ ഒന്ന് പോകണമെന്ന്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അയൽക്കൂട്ടം അല്ലെങ്കിൽ ക്ലബ്ബ് പോലെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 പേരടങ്ങിയ വനിതകളുടെ ഒരു ചെറിയ കൂട്ടായ്മ. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറിൻ്റെ ഒരു ഇതാണ്, കൂൺ കൃഷിയൊക്കെയാണ് കേട്ടോ ഇവിടെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പരിപാടികളിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ രാവിലെ നേരത്തെ തന്നെ എല്ലാ പണികളും നേരത്തെ തീർത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2-3 മാസമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മൾ ഇതിന്ന് വിളവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ അടുത്തുള്ളവർക്കും നമ്മുടെ വീട്ടിലത്തെ കുക്കിംഗ് ആവശ്യത്തിന് അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ സാധാരണ കിട്ടുന്ന നാടൻ കൂനല്ലല്ലോ, ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 6 മാസമാണ് കേട്ടോ. ഇത് ഉണ്ടാവാനായിട്ട് 15 ദിവസം വേണം. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് നോക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് കുറച്ച് റിസ്ക്കുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യം എല്ലാം കൂടിയിട്ട് സെറ്റ് ആക്കണം. അപ്പോൾ നമുക്കിപ്പോൾ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അതിനുള്ള സ്ഥല സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലബ്ബിൽ തന്നെ ഉള്ള ഒരു വീട്ടിലാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ സാധാരണ കൂൺകറി എങ്ങനെയാണോ ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്, കൂനുണ്ടായതിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കൂനാണ് കേട്ടോ ഉണ്ടാവുക. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ബൾക്കായ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളൊരു ഉച്ചവരെ ഇതിൻ്റെയൊക്കെ കുറച്ച് പരിപാടിയിലായിരുന്നു കേട്ടോ. ഒരു 10-15 നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, വിത്ത് എന്തൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കൂൻ എങ്ങനെ സെറ്റ് ചെയ്യണം, ഇത് എങ്ങനെ ഉണ്ടാവണേ, സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ഒരു ദിവസം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയപ്പോൾ അമ്മമ്മയുടെ കൂടെ നമ്മളിവിടെ ഷൊർണൂർക്ക് പോവുകയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞാത്തിക്കും സനുവിനൊന്നും ചെരുപ്പില്ല കേട്ടോ, നല്ലൊരു ചെരുപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് വാങ്ങാനാണ് കേട്ടോ പോണത്. അപ്പോൾ അമ്മമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെരുപ്പ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്മമ്മയുടെ കൂടെ പോവുകയാണ് കേട്ടോ. പിന്നെന്താ നമ്മൾ നേരെ ചെന്നത് ഈ കടയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ. ഷൊർണൂരായിരുന്നു കേട്ടോ ഈ കട. അപ്പോൾ നമ്മൾ പല കടകൾ അങ്ങനെയൊന്നും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കടയിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ചെരുപ്പ് എല്ലാവർക്കും വാങ്ങിയിട്ടും ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത എല്ലാവർക്കും കംഫർട്ടബിളായ രീതിയിലുള്ള സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ചെരുപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ. വെറും വില നല്ല കുറവായിരുന്നു, തുച്ഛമായ വില തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമുക്ക് ഏത് രീതിയിലുള്ള ചെരുപ്പ് എടുത്താലും അത്യാവശ്യം നല്ല റേറ്റ് കുറവ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെന്താ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ വലിയ ഡ്രസ്സായാലും എന്തായാലും തന്നെ ഞാൻ വലിയ വിലയിൽ അങ്ങനെ വാങ്ങാറില്ല. ഒരു 1000 രൂപയുടെ പോലും അങ്ങനെ അത്രയും വില കൂടിയത് ഞാൻ വാങ്ങാറില്ല. അതിന് പകരം ആ 1000 രൂപയ്ക്ക് എത്ര കൂടുതൽ സാധനങ്ങൾ കിട്ടുമോ അങ്ങനെയാണ് കേട്ടോ ഞാൻ നോക്കാറുള്ളത്. ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കൂടുതൽ നോക്കാറുള്ളത്.
എന്താ വേണ്ടേ? പെപ്പല്ലേ വാങ്ങി തന്നേക്കണ്. ഏത് ചെരുപ്പ് എടുത്താലും അവിടെ കുറഞ്ഞ വില തന്നെയാണ് ഉണ്ടായിരുന്നത്, വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സനുവിന് 2 ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞാറ്റിക്ക് നല്ല 2 ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം അവിടെ എല്ലാവരും നല്ല നല്ല ചെരുപ്പ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റിയാണെന്ന് ഓരോ ചെരുപ്പ് ഇങ്ങനെ വലിച്ചിടുകയായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഞാനൊരു ഷൂ ടൈപ്പ് കേട്ടോ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞൊരു 2 വേറെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ചെരുപ്പ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ബിരിയാണി മസ്റ്റാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ പോളിസി. പ്രത്യേകിച്ച് അമ്മമ്മയുടെയൊക്കെ കൂടെ വരുമ്പോൾ. നമ്മൾ ഒരു ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അമ്മമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മമ്മ ചായയാണ് കേട്ടോ വാങ്ങിയത്. എനിക്കും സനുവിനെയും കൂടിയിട്ട് ഒരു ബിരിയാണി, അവൾക്ക് ഞാൻ അങ്ങനെ എരിവൊന്നും ഇല്ലാണ്ട് അവളുടെ പാത്രത്തിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതിന് ശേഷം പോരാൻ നേരത്ത് നമ്മളൊരു ലൈമും പഴംപൊരിയും കഴിച്ചു കേട്ടോ. വൈകുന്നേരം നമ്മൾ അമ്മമ്മയുടെ കൂടെ അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മമ്മ ഇവിടുന്ന് നേരിട്ടിട്ട് അങ്ങനെ പണിക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള പാഴ്സലൊക്കെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്കുള്ള പാഴ്സലൊക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങനെ ബസ്സും കയറിയിട്ട് പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച കാരണം പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമുക്ക് അടയൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ഏറ്റവും വലിയ വിഷമം. നമ്മൾ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ, അത് പിന്നെ പറഞ്ഞറിയിക്കണോ? പിന്നെന്താ, ഇത്രയും അട ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ, എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനോ അച്ഛനോ അമ്മയും എൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടിയിട്ടാണ് കഴിച്ചിട്ട് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.